നവംബർ 2024 അപ്ലൈഡ് കെമിസ്ട്രിയിൽ മൊഡ്യൂൾ നമ്പർ 2ഉം മൊഡ്യൂൾ നമ്പർ 4ഉം ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൽ ഓരോ പാർട്ടായിട്ട് മൊഡ്യൂൾ നമ്പർ 2ലും 4ലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോവാണ്. പാർട്ട് എയിൽ ആദ്യമായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 റൈറ്റ് ദ നോർമാലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. നോർമാലിറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് വോള്യൂമെട്രിക് അനാലിസിസിൽ പ്രിൻസിപ്പിൾ ഓഫ് വോള്യൂമെട്രിക് അനാലിസിസ് എന്നുള്ള പേരിലായിരുന്നു. പോയിൻ്റ് എത്തുന്ന സമയത്ത് നോർമാലിറ്റി ഓഫ് ആസിഡും വോള്യൂം ഓഫ് ആസിഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നോർമാലിറ്റി ഓഫ് ബേസും വോള്യൂം ഓഫ് ബേസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കണം എന്നുള്ളതായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് വോള്യൂമെട്രിക് അനാലിസിസ്. ആ ഇക്വേഷനെ NaVa is equal to NbVb എന്ന് പറയുന്ന ആ ഇക്വേഷനെയാണ് നമ്മൾ നോർമാലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നതും സെയിം ഇക്വേഷനാണ്. നോർമാലിറ്റി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. നോർമാലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് NaVa is equal to NbVb ആണ്. നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നോർമാലിറ്റി is equal to W/E into 1000/V എന്ന് പറയുന്ന നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. pH 4 ആയിരിക്കുന്ന സമയത്ത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ വരുന്നത് 10⁻⁻⁴ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദി ഇലക്ട്രോഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫാരഡേയുടെ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഇലക്ട്രോഡിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ആവുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു സർക്യൂട്ടിനകത്തൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ആൻസർ വിൽ ബി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 9 അഗെയിൻ ദ റിയാക്ഷൻ ഇൻ വിച്ച് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഒക്കർ ഇസ് കോൾഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്, റിഡക്ഷൻ എന്ന് പറയുന്നതാണ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. പാർട്ട് എ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാർട്ട് ബി ആണ് നെക്സ്റ്റ്. പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇങ്ങനെയാണ്. 20 ml NaOH solution was neutralized with 25 ml of an acid of normality 0.11 and you have to find out the normality of the base. Again നമ്മൾ നേരത്തെ പഠിച്ച നോർമാലിറ്റി ഇക്വേഷൻ ആണ്. നമുക്കിവിടെ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ന്യൂട്രലൈസ്ഡ് എന്നുള്ള ഒരു വാക്ക് അവിടെയുണ്ട്. നമുക്കതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ നേരെ നോർമാലിറ്റി ഇക്വേഷനിലേക്ക് എത്താൻ പ്രിൻസിപ്പിൾ ഓഫ് വോള്യൂമെട്രിക് അനാലിസിസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവാനുള്ള ഒരു കീവേഡാണ് ന്യൂട്രലൈസ്ഡ് എന്നുള്ള വേർഡ്. അപ്പോൾ ആ വേർഡ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യുക. ദ ക്വസ്റ്റ്യൻ ഇസ് നോർമാലിറ്റി ഓഫ് ദ ബേസ് കാണണം. ആസിഡിൻ്റെ നോർമാലിറ്റി തന്നിട്ടുണ്ട്, ആസിഡിൻ്റെ വോള്യൂം തന്നിട്ടുണ്ട്, ബേസിൻ്റെ വോള്യൂം തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് നോർമാലിറ്റി ഓഫ് ദ ബേസ് യൂസിങ് ദി ഇക്വേഷൻ നോർമാലിറ്റി ഇക്വേഷൻ NaVa is equal to NbVb. ക്വസ്റ്റ്യനിൽ 25 ml ആണ് ആസിഡ് തന്നത്. ആസിഡിൻ്റെ നോർമാലിറ്റി 0.11 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിൽ NaOH എന്ന് പറയുന്ന ബേസിൻ്റെ വോള്യൂം എടുത്തിരിക്കുന്നത് 20 ml ആണെന്നും പറയുന്നുണ്ട്. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. രണ്ട് കാര്യങ്ങളുടെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് സൊല്യൂഷനും ഒന്ന് PPMO ആണ്. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമുക്കറിയാം. നമ്മൾ ലാബിൽ ചെല്ലുന്ന സമയത്ത് ഒരു വോള്യൂമെട്രിക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അവിടെ പറഞ്ഞു തരും, ക്വസ്റ്റ്യനിൽ തരും. രണ്ടാമത്തെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഏത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ അൺനോൺ സൊല്യൂഷൻ എന്ന് വിളിക്കും. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ്. ഏത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആണോ നമുക്ക് അറിയാവുന്ന ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നമുക്കത് ഇങ്ങനെ ഈസിലി പറയാം. A standard solution is the solution whose concentration is known. രണ്ടാമത് ചോദിച്ചത് PPM ആണ്. പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ്. അതിൽ ആ ഇക്വേഷൻ മാത്രം നോക്കി വയ്ക്കാൻ പറഞ്ഞിരുന്നു. PPM ചോദിക്കുന്ന സമയത്ത് ഇക്വേഷൻ തന്നെ എഴുതിയാൽ മതി. ഇറ്റ്സ് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. നമുക്ക് നോക്കാം. ആ ക്വസ്റ്റ്യൻ നമ്പർ 8ൽ ഒരു ഗാൽവാനിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനാണ് തന്നിരിക്കുന്നത്. ഗാൽവാനിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു ഡബിൾ ലൈനിട്ട് സെൻറ്ററിൽ കാണിക്കുന്നത് സോൾട്ട് ബ്രിഡ്ജും ഇടത് ഭാഗത്ത് കാണിക്കുന്നത് ആനോഡും വലത് ഭാഗത്ത് കാണിക്കുന്നത് കാഥോഡുമാണ് നമുക്കറിയാം. നമ്മളോട് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആനോഡ് റിയാക്ഷൻസ് എഴുതണം, കാഥോഡ് റിയാക്ഷൻ എഴുതണം, നെറ്റ് റിയാക്ഷൻ എഴുതണം. സോ ഈ റെപ്രസെൻറ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. സിങ്ക് എന്ന് പറയുന്ന ആ ഒരു സിങ്ക് എന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. സോ ദിസ് ഇസ് ആനോഡ്. അതേപോലെ കോപ്പർ റൈറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് കാഥോഡ്. സിങ്ക് ആനോഡും കോപ്പർ കാഥോഡും ആണ് നമുക്ക് മനസ്സിലായി. സോ വി ക്യാൻ ഈസിലി റൈറ്റ് ഔട്ട് ദ റിയാക്ഷൻസ്.
ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആയിട്ട് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് നമുക്ക് എഴുതാം. ആനോഡിൽ സിങ്ക് Zn2+ 2 ഇലക്ട്രോണായിട്ട് പുറത്തേക്ക് ലോസ് ചെയ്യുന്നു. സിങ്ക് എന്തായി മാറുന്നു? Zn2+ ആയി മാറുന്നു. ഈ താഴെ ഇരിക്കുന്ന എസ് കൺഫ്യൂസ്ഡ് ആവേണ്ട, സിങ്ക് മെറ്റൽ സോളിഡ് എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നതാണ്, എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാത്തോഡിൽ അതുപോലെ റിയാക്ഷൻ നടക്കുന്നത് നമ്മൾ കണ്ടു. Cu2+ എന്തായിട്ട് മാറുകയാണ്? Cu ആയിട്ട് മാറുകയാണ്. സോ Cu2+ എത്ര ഇലക്ട്രോണിനെ വാങ്ങിക്കണം? ഇവിടെ 2 ഇലക്ട്രോണാണ് ഷോർട്ട്. 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് ഇറ്റ് വിൽ ബിക്കം Cu. ഓക്കെ. ആൻഡ് ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ നെറ്റ് സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷൻ രണ്ടും സെയിം ആണ്. ആനോഡ് പ്ലസ് കാത്തോഡാണ്, രണ്ടും കൂടെ ആഡ് ചെയ്ത് വിൽ ബി ഗെറ്റിംഗ് സിങ്ക് പ്ലസ് Cu2+ Q Zn2+ Cu. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. പാർട്ട് ബിയിൽ എന്താണ് കൊറോഷൻ ആൻഡ് യു ഹാവ് ടു ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ കൊറോഷൻ. കൊറോഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഒരു മെറ്റൽ പതിയെ നശിച്ചു പോവുകയാണ്, ഒന്നെങ്കിൽ ഒരു കെമിക്കൽ അറ്റാക്ക് വഴി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ അറ്റാക്ക് വഴി. മെറ്റൽ അങ്ങനെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന സമയത്ത്, എയറിൽ അങ്ങനെ എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ എയറിനകത്തുള്ള ഏതെങ്കിലും കമ്പോണൻസ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നോ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നടന്നോ മെറ്റൽ നശിച്ചു പോകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. അതിന് 2 എക്സാമ്പിളായിട്ട് നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയണും ടാർണിഷിംഗ് ഓഫ് സിൽവറും നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. നെക്സ്റ്റ് പാർട്ട് ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോലൈറ്റും നോൺ ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചിരുന്നു. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ഒന്നുകിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വ സ്റ്റേറ്റിൽ. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എല്ലാ ആസിഡും ബേസുകളും സോൾട്ടുകളും ഒക്കെ എഴുതാം. അതുപോലെ നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഒരു ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാതെ അക്വ സ്റ്റേറ്റിലോ മോൾട്ടൻ സ്റ്റേറ്റിലോ ഉള്ള സബ്സ്റ്റൻസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ഇലക്ട്രോലൈറ്റ്സ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കണ്ടത് ഷുഗർ സൊല്യൂഷനും കെറോസിനും ആയിരുന്നു. പാർട്ട് ബി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാർട്ട് സിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. 5 അവിടെ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5ൽ ഡിഫൈൻ അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ ആൻഡ് ഗിവ് ഇറ്റ്സ് വാല്യൂ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ആദ്യം അയോണിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ KW എന്താണെന്ന് എഴുതണം. ഞാൻ പറഞ്ഞിരുന്നു സെൽഫ് അയണൈസേഷൻ ഓഫ് വാട്ടർ എന്നും ചോദിക്കാം. അപ്പോൾ KW എന്ന് പറയുന്നത് H+ൻ്റെയും OH- കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റാണ്. ആ ഇക്വേഷനും എഴുതണം താഴെ. KW is equal to concentration of H+ into OH- എന്ന് പറയുന്ന ഇക്വേഷനും എഴുതണം. ആൻഡ് യു ഹാവ് ടു റൈറ്റ് KW വാല്യൂ ചോദിച്ചിട്ടുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസിലെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. സോ യു ഹാവ് ടു റൈറ്റ് ദ വാല്യൂ. KW is equal to 10⁻⁻14 മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ. അത് എ പാർട്ടേ ആയിട്ടുള്ളൂ. അതിനൊരു ബി പാർട്ടും കൂടിയുണ്ട്. ബി പാർട്ടിൽ നമുക്ക് നോർമാലിറ്റിയും മൊളാരിറ്റിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1.075 ഗ്രാം ഓഫ് സോഡിയം കാർബണേറ്റ് ആണ് തന്നത്. 250 ml ആണ്. സോഡിയം കാർബണേറ്റിൻ്റെ മൊളിക്കുലർ മാസും ഇക്വലൻ മാസും തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ W/m × 1000/V വെച്ച് മൊളാരിറ്റിയും W/E × 1000/V വെച്ചിട്ട് നോർമാലിറ്റിയും നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ നോർമാലിറ്റിയുടെ ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. നമുക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. മോളിക്കുലർ മാസും ഇക്വലൻ മാസും ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ? ബഫർ സൊല്യൂഷൻ ഒരു എക്സാമ്പിളും അസിഡിക് ബഫറിനും ബേസിക് ബഫറിനും ഓരോരോ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. ആദ്യം ബഫർ സൊല്യൂഷൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചത്. ഡെഫിനിഷൻ വൈസ് നമുക്കറിയാം സൊല്യൂഷൻ ഏത് സൊല്യൂഷനാണോ pHൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് റെസിസ്റ്റ് ചെയ്യുന്ന ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. അതിനൊരു കോമൺ എക്സാമ്പിളായിട്ട് നമ്മൾ ബ്ലഡ് പഠിച്ചിരുന്നു. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ക്ലാസിഫൈഡ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് അസിഡിക് ബഫറും ബേസിക് ബഫറും എഴുതാൻ നമുക്ക്. അസിഡിക് ബഫറിൻ്റെ pH <7 ആണ്. അതുപോലെ അതൊരു കോമ്പിനേഷൻ ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് എ സോൾട്ടാണ്, നമ്മൾ പഠിച്ചതാണ്. എക്സാമ്പിൾ നിർബന്ധമായിട്ടും എഴുതുക. അസറ്റിക് ആസിഡ് പ്ലസ് സോഡിയം അസറ്റേറ്റ് ആണ്. വേർഡ്സിൽ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇതേപോലെ ക്വസ്റ്റനിൽ എഴുതിയാലും മതി. ബേസിക് ബഫർ എന്ന് പറയുന്നത് pH <7 ആയിരിക്കും. അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസും സോൾട്ടും കൂടെ ചേർന്നിട്ടാണ്. എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡിൻ്റെയും മിക്സ്. നെക്സ്റ്റ് അതിൻ്റെ ബി പാർട്ടിൽ pH കണ്ടുപിടിക്കാനാണ്. pH കണ്ടുപിടിക്കാനെന്നുള്ളത് H2SO4ഉം 0.012 മോളാർ H2SO4ഉം അതുപോലെ 0.001 മോളാർ NaOH ആണ്. pH നേരിട്ട് കണ്ടുപിടിക്കാം. ആദ്യത്തെ കേസിൽ H2SO4ന്ന് H+ൻ്റെ കോൺസെൻട്രേഷൻ എടുത്തു. 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് തന്നെ, ഒരു സൾഫ്യൂരിക് ആസിഡിൽ 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക്
ആ ഒരു 2 കൊണ്ട് H2SO4ൻ്റെ കോൺസെൻട്രേഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് 0.004 pH 2.39 കിട്ടും. അതുപോലെ രണ്ടാമത്തെ സൊല്യൂഷൻ NaOH ആണ്. NaOH എന്ന് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് pH കിട്ടില്ല, കാരണം OH മൈനസിൻ്റെ കോൺസെൻട്രേഷനാണ് NaOH എന്ന് കിട്ടുക. സോ ആദ്യം നമ്മൾ POH കണ്ടുപിടിക്കുക. POH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -log OH മൈനസ്, അതിൽ NaOHൻ്റെ കോൺസെൻട്രേഷൻ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ നേരിട്ട് NaOHൻ്റെ കോൺസെൻട്രേഷൻ തന്നെയാണ്, അത് കൊടുത്തു. ആൻഡ് വിൽ ബി ഗെറ്റിംഗ് 3. PHും POHും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 14 കിട്ടണം. സോ POH 3 ആണെങ്കിൽ pH വിൽ ബി ഈക്വൽ ടു 11. പിന്നെ പാർട്ട് സിയിൽ നമുക്കുള്ളത് 12th നമ്പറാണ്. 12ൽ ആദ്യ 2 പാർട്ടാണ്. ആദ്യ പാർട്ട് ഗിവ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഇലക്ട്രോലിറ്റിക് ആൻഡ് ഗാൽവാനിക് സെല്ലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗാൽവാനിക് സെൽ ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ ഡിഫറൻസസ്. ഇലക്ട്രോലിറ്റിക് സെല്ല് ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കുന്നതാണ്. ആ സമയത്ത് ഗാൽവാനിക് സെല്ല് നേരിട്ട് കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്ന സെല്ലാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ല് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നില്ല, ഗാൽവാനിക് സെല്ല് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോലൈറ്റിക് സെല്ല് ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ല, പക്ഷേ ഗാൽവാനിക് സെല്ല് നടക്കുന്നത് ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു യൂസും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും 3 പോയിന്റുകൾ എഴുതി വയ്ക്കുക. നമ്മൾ ഒരുപാട് പോയിന്റ് ലിസ്റ്റ് ചെയ്തിരുന്നു നോട്ടിൽ. പിന്നെയുള്ളത് 12B ആണ്. 12Bയിൽ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ഇലക്ട്രോലൈസ് ചെയ്യാണ് 10 മിനിറ്റ് സമയത്തേക്ക്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 1.5 ആംപിയർ ആണെങ്കിൽ എത്ര കോപ്പറാണ് ഡെപ്പോസിറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. അതിൽ ECE എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണത്. ഡയറക്റ്റ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് അല്ലെങ്കിൽ സെറ്റ് ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഫാരഡേയുടെ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഉപയോഗിക്കാം. കറണ്ടും ടൈമും എല്ലാം തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ ഇസ് W = Z × I × T. Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ്, I കറണ്ട്, T ടൈം എല്ലാം അവിടെ തന്നിട്ടുണ്ട്. ടൈം 10 മിനിറ്റ്സാണ് തന്നെ. സോ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു സെക്കൻഡ്സ്. 10നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുപോലെ കറണ്ട് 1.5 ആംപിയർ തന്നിട്ടുണ്ട്. Z ഡയറക്റ്റ് തന്നിട്ടുണ്ട് 0.00033. പിന്നെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നേരിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. പാർട്ട് സിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 12 എ പാർട്ട് വാട്ട് ആർ ഫ്യൂവൽ സെൽസ് എന്നാണ്. ആൻഡ് ഗിവ് 1 എക്സാമ്പിൾ എന്നാണ്. ഫ്യൂവൽ സെല്ലിൻ്റെ ഡെഫിനിഷൻ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചിരുന്നു. ഫ്യൂവൽ സെല്ല് ഗാൽവാനിക് സെൽ ഇൻ വിച്ച് ഫ്യൂവൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സ്റ്റോർഡ് ഫ്യൂവൽ എനർജി അല്ലെങ്കിൽ ആ കെമിക്കൽ എനർജിയിൽ നിന്ന് നേരിട്ട് ഫ്യൂവലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കെമിക്കൽ എനർജിയിൽ നിന്ന് നേരിട്ട് അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഗാൽവാനിക് സെല്ലിനെ പറയുന്ന പേരാണ് ഫ്യൂവൽ സെൽ. നമ്മൾ ആ എക്സാമ്പിൾ നിർബന്ധമായിട്ടും നോക്കണം എന്ന് പറഞ്ഞിരുന്നു. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. പിന്നെ വരുന്നത് പാർട്ട് സിയിൽ 12ാമത്തെ ക്വസ്റ്റ്യനിൽ ബി പാർട്ടാണ്. എക്സ്പ്ലെയിൻ ദി ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഓഫ് കോപ്പർ വിത്ത് നെസസറി ഇലക്ട്രോഡ് റിയാക്ഷൻസ് എന്നാണ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ആനോഡ് ആരാ, കാഥോഡ് ആരാ, ഇലക്ട്രോലൈറ്റ് ആരാ എന്ന് ആദ്യം മെൻഷൻ ചെയ്യാം. റിഫൈനിങ് ഓഫ് കോപ്പറിൽ ആനോഡ് വരെ ഏത് ഇംപ്യൂർ കോപ്പർ പീസിൽ നിന്നാണോ നമുക്ക് ആ കോപ്പറിനെ മാത്രം വേർതിരിക്കേണ്ടത്, ആ ഇംപ്യൂർ പീസിനെ ആനോഡായിട്ട് കീപ്പ് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ പ്യുവർ കോപ്പർ സ്ട്രിപ്പ്, അത് കാഥോഡായിട്ടും വെക്കണം. ഇലക്ട്രോലൈറ്റ് ഡെഫിനറ്റ്ലി കോപ്പർ സൊല്യൂഷൻ ആവണം. ആൻഡ് ഫിഗർ നമ്മൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. സെല്ല് വരയ്ക്കുമ്പോഴൊക്കെ കാഥോഡ് ആനോഡും ഒക്കെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യുക. സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, താഴെ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് ഈ പിക്ചറിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും നിർബന്ധമായിട്ടും എഴുതണം. പിന്നെ പാർട്ട് സിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 13 എ പാർട്ട് പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെല്ലാണ്. ഓരോന്നിനും എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു പ്രൈമറി സെല്ല് റിഡോക്സ് റിയാക്ഷൻ ഒറ്റത്തവണ മാത്രം നടക്കുന്ന സെല്ലാണ്. അതിൽ ഒരു ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കുന്ന നിവൃത്തിയുള്ളൂ എന്നുള്ള സെല്ലാണ്. ഒരിക്കലും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത സെല്ലാണ്. സെക്കൻഡറി സെല്ല് എന്ന് പറയുന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ മോർ ദാൻ വൺസ് ആണ്. ഒരുപാട് തവണ റിയാക്ഷൻസ് നടക്കും. നമുക്ക് അത് ഒരു ഉപയോഗം കഴിഞ്ഞ് കളയേണ്ട കാര്യമില്ല. നമുക്കതിനെ വീണ്ടും വീണ്ടും റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. റീചാർജബിൾ ഗാൽവാനിക് സെൽസിനെ പറയുന്ന പേരാണ് സെക്കൻഡറി സെല്ല്. രണ്ടിനും ഒരു എക്സാമ്പിൾ വീതം നോട്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് മെറ്റാലിക് ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ആണ്. മെറ്റാലിക് ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ പറഞ്ഞതാണ്. മെറ്റാലിക്കിൻ്റെ വേറൊരു പേര് ഇലക്ട്രോണിക് കണ്ടക്ടറാണ്. ഇലക്ട്രോലൈറ്റിക്കിൻ്റെ വേറൊരു പേര് അയോണിക് കണ്ടക്ടറുമാണ്. ആ പേര് വരാനുള്ള കാരണം മെറ്റാലിക്കിൽ കണ്ടക്ഷൻ നടത്താൻ കാരണം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ്. അയോണിക്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക്കിൽ കണ്ടക്ഷൻ നടക്കാൻ കാരണം അയോൺസിൻ്റെ ഫ്ലോ ആണ്. സോ ആ പേര് അതിന് രണ്ടും ആപ്റ്റാണ്.
പിന്നെ മെറ്റാലിക്കിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു കെമിക്കൽ ചേഞ്ചുകളോ മെറ്റീരിയൽ ട്രാൻസ്ഫറോ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇലക്ട്രോലൈറ്റിക്കിൽ ആക്ച്വലി ഒരു കെമിക്കൽ ചേഞ്ചാണ് കറണ്ട് കടന്നു പോകുമ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ മാറ്റർ ട്രാൻസ്ഫറും മാറ്റർ മൂവ് ചെയ്യുന്നുമുണ്ട്. കണ്ടക്ടിവിറ്റിയുടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ് അടുത്ത പോയിൻ്റായിട്ട് വരുന്നത്. മെറ്റാലിക്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുവാണ്. പക്ഷേ ഇലക്ട്രോലൈറ്റിക്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിയും കൂടുക എന്നായിട്ടാണ് കാണുന്നത്. ആൻഡ് എക്സാമ്പിൾ 2 മെറ്റാലിക്കിന് ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചു, ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് കോപ്പറാണ്. അതുപോലെ ഇലക്ട്രോലൈറ്റിക്കിന് ഒരു എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്, അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എഴുതാനാണ് പറഞ്ഞ എ പാർട്ടിൽ. ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മൾ പഠിച്ചിരുന്നു. ആക്ടിവിറ്റി സീരീസ് എന്നാണ് വേറൊരു പേര്. അതിൻ്റെ മെറ്റൽസിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ മെറ്റൽ ഇലക്ട്രോഡിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സീരീസാണ്. ആക്ടിവിറ്റീൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി അതിനകത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ സീരീസിനെ ആക്ടിവിറ്റി സീരീസ് എന്നും പറയാറുണ്ട്. ക്വസ്റ്റ്യൻ അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അറേഞ്ച്മെൻറ്റ് ഓഫ് മെറ്റൽ ഇലക്ട്രോഡ്സ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യലിനോ ഡിക്രീസിങ് ഓർഡർ ഓഫ് മെറ്റൽ ആക്ടിവിറ്റിനോ നമുക്ക് എഴുതാം. രണ്ടും ഓക്കെയാണ്. അതിലൊരുപാട് അപ്ലിക്കേഷൻസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു. ആക്റ്റീവ് മെറ്റൽസിനെ കണ്ടുപിടിക്കാം, EMF കണ്ടുപിടിക്കാൻ പറ്റും, ഇലക്ട്രോ കെമിക്കൽസ് അല്ലല്ലോ കാത്തോഡ് ആനോഡിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപ്ലിക്കേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അപ്ലിക്കേഷനും കൂടെ അതിനകത്ത് മെൻഷൻ ചെയ്യാം. അതുപോലെ 14B ബാരിയർ പ്രൊട്ടക്ഷൻ്റെ ഏതെങ്കിലും 2 മെത്തേഡ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാരിയർ പ്രൊട്ടക്ഷനിൽ ബാരിയർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന് ചുറ്റും ഒരു ബാരിയർ ഉണ്ടാക്കി വെച്ച് ഒരു കോട്ടിങ് അല്ലെങ്കിൽ ഒരു കവറിങ് ഉണ്ടാക്കി വെച്ച് മെറ്റലിനെ കൊറോഷൻ നടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. ആ ബാരിയർ പ്രൊട്ടക്ഷനിൽ നമ്മൾ മെറ്റാലിക് ആണ് ആദ്യം കണ്ടത്. ഒരു ലെസ് ആക്റ്റീവ് മെറ്റൽ വെച്ചിട്ട് മെറ്റലിനെ നമുക്ക് കവർ ചെയ്ത് വെക്കാം. സോ എത്ര കാലം ലെസ് ആക്റ്റീവ് മെറ്റൽസ് റിയാക്ഷൻസിലും ഒന്നും ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നു അത്രയും കാലം ഉള്ളിൽ കവർ ചെയ്ത് ഉള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന മെറ്റൽ സേഫാണ്. രണ്ടാമത്തത് ആക്റ്റീവ് മെറ്റൽ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുന്ന മെത്തേഡാണ്. ആക്റ്റീവ് മെറ്റൽ ആനോഡായിട്ടും ഉള്ളിലുള്ള ലെസ് ആക്റ്റീവ് മെറ്റൽ കാഥോഡായിട്ടും റിയാക്ട് ചെയ്ത് ആനോഡ് കൊറോഡ് ചെയ്തുകൊണ്ട് ആനോഡ് എത്രത്തോളം കൊറോഷൻ സംഭവിക്കുന്നു, എത്രത്തോളം റിയാക്ട് ചെയ്യുന്നു, അത്രത്തോളം ഉള്ളിലുള്ള കാഥോഡ് സേഫ് ആവുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. ഒരു മെറ്റൽ നശിച്ചുകൊണ്ട് മറ്റൊരു മെറ്റലിനെ സേഫ് ആക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ മെത്തേഡ് എന്ന് വിളിക്കാം. ഇതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ക്ലാസ്സിൽ കണ്ടിരുന്നു ഗാൽവനൈസേഷൻ ആണ്. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ അയോണിന് ചുറ്റും സിങ്ക് കൊണ്ട് കവർ ചെയ്യുന്ന പ്രോസസ്സാണ്. അവിടെ സിങ്ക് കൊറോഡ് ചെയ്തുകൊണ്ട് ഉള്ളിലുള്ള അയോണിനെ സേഫ് ആക്കുന്ന പ്രോസസ്സാണ് നമ്മൾ കണ്ടത്. അതുപോലെ ഓർഗാനിക് കോട്ടിങ്ങും ഒരു ബാരിയർ പ്രൊട്ടക്ഷൻ മെത്തേഡിന് എക്സാമ്പിളാണ്. നമ്മൾ ഒരുപാട് ഓർഗാനിക് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉള്ളിലുള്ള ഒരുപാട് ഓർഗാനിക് പോളിമർ പോലുള്ള കാര്യങ്ങളൊക്കെ അന്ന് ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിരുന്നു. ഓർഗാനിക് പോളിമർ ഉപയോഗിച്ച് എപ്പോഴും ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിലുള്ള പല ഷിപ്പുകളുടെയും സബ്മറൈൻ്റെയൊക്കെ പാർട്ട് കവർ ചെയ്യുന്നതുകൊണ്ട് മാക്സിമം അതിനെ കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും എന്ന് പറഞ്ഞിരുന്നു. 2 പാർട്ടിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ 4 മൊഡ്യൂളിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ.